IQ മാസ്റ്ററിൻ്റെ ഏറ്റവും നിർണായകമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇവിടെയുള്ള മത്സരാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം. ഇത് ഏറ്റവും നിർണായകമായ എപ്പിസോഡാണ്. എത്രയോ ദിവസങ്ങളായി നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞ് കളിക്കുകയായിരുന്നു, അറിവ് കൊണ്ട് കളിക്കുകയായിരുന്നു അല്ലേ? ഇത് സാധാരണ ഒരു ഗെയിം ഷോ അല്ല, നേരെമറിച്ച് അറിവ് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനോഹരമായിട്ട് ഇവിടെ പ്രകടനങ്ങൾ നടത്തി അല്ലേ? പക്ഷേ ഇതിലൂടെ ഉണ്ടായ ഏറ്റവും വലിയൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരുപാട് അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുവാൻ സാധിച്ചു. നിങ്ങളിൽ നിന്ന് ഞാനും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എന്നിൽ നിന്ന് നിങ്ങളും പഠിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിവുകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറക്കുവാനുള്ള അവസരം നമ്മൾ ഒരുക്കുകയായിരുന്നു. അതാണ് ഈ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അഥവാ നോളജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം എന്നാണ് പറയുന്നത്. സാധാരണ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ട്, എൻ്റെ കയ്യിൽ 1 രൂപയുണ്ട്. എൻ്റെ കയ്യിൽ 1 രൂപ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ കയ്യിൽ 1 രൂപ എനിക്ക് തരുന്നു. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ 1 രൂപയുണ്ടാവും, എൻ്റെ കയ്യിലും 1 രൂപയുണ്ടാവും. അതേസമയം എനിക്കറിയാത്ത ഒരു കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നു. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അപ്പോൾ 2 കാര്യങ്ങൾ അറിയാം, എനിക്കും 2 കാര്യങ്ങൾ അറിയാം. അതാണ് കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഈ എപ്പിസോഡ് കഴിയുന്നതോടുകൂടി എത്രയോ ദിവസങ്ങളായി നമ്മളിവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു. താൽക്കാലികമായിട്ട് നമ്മൾ പിരിയും അല്ലേ? നിങ്ങളൊക്കെ ഓരോ വഴിയിലേക്ക് മാറും അല്ലേ? ഇതെല്ലാം കാലം ചെല്ലുമ്പോൾ നിങ്ങൾ മറന്നു പോകും അല്ലേ? പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, അവസാന ശ്വാസം വരെയും അറിവുകൾ തേടിക്കൊണ്ടുള്ള യാത്ര തുടരണം. എപ്പോഴും മനസ്സിൽ ചോദിച്ചു കൊണ്ടിരിക്കണം, എന്തിന്, എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് എവിടെ നിന്ന് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാഠപുസ്തകത്തിൽ മാത്രം ഒതുക്കി നിർത്തരുത് നിങ്ങളുടെ പഠനം. അതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇതൊരു കഥയാണ്, ഉപനിഷത്തിലുള്ള കഥയാണ്, മനോഹരമായ കഥയാണ്. ആ കഥയിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പണ്ഡിതനായ ഒരച്ഛൻ, ആ അച്ഛന് ഒരേ ഒരു മകൻ, ആ ഒരു മകനെ പഠിക്കാൻ വേണ്ടി ഗുരുകുലത്തിലേക്ക് അയക്കുന്നു. ആ ഗുരുകുലത്തിൽ പോയി കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസം ആ മകൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവന് തോന്നി, ഗുരുവിനറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നലുണ്ടായി. അവൻ്റെ അഹങ്കാരം സ്വാഭാവികമായിട്ടും വർദ്ധിച്ചു. കാരണം അറിവ് നേടുമ്പോൾ അഹങ്കാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഗുരുനാഥൻ ഒരു ദിവസം അവനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു, നിനക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ നെഞ്ച് വിരിച്ചു പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടു വീട്ടിലേക്ക് നടന്നു വരികയാണ്. അച്ഛൻ ജനലഴികൾക്കിടയിലൂടെ കാണുന്നു മകൻ ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി നടന്നു വരുന്നത്. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ വന്ന വഴിയിൽ തന്നെ അവനോട് ചോദിച്ചു, നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഗുരുവിനറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കും അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ഞാൻ നിന്നോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ നീ പഠിച്ചുവോ എന്ന് ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞു, ഗുരുവിനറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്കും അറിയാമെന്നല്ലേ അച്ഛാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അച്ഛൻ വീണ്ടും ചോദിച്ചു, എൻ്റെ ചോദ്യം ഇതാണ്, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ നീ പഠിച്ചുവോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു. അവൻ മിഴിച്ചു തന്നു. അച്ഛൻ പറഞ്ഞു, തിരിച്ചു പോവുക, ഗുരുവിനോട് പറയുക, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞു. അവൻ തിരിച്ചുപോയി ഗുരുവിനോട് പറഞ്ഞു, അച്ഛൻ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. അച്ഛൻ പറയുന്നു, പഠിപ്പിക്കാനാവാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇരിക്കവിടെ, ഇനി ഞാൻ നിന്നോട് പറയാം. പാഠപുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഗുരുനാഥനിൽ നിന്നും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ വെറും 25% മാത്രമാണ്. അതായത് 4ൽ 1 ഭാഗം മാത്രമാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളിൽ വെറും 4ൽ 1% മാത്രമാണ്. 4ൽ 1 ഭാഗം മാത്രമാണ്. മനസ്സിലായോ? ബാക്കി 3ൽ 1 ഭാഗം എന്ന് പറയുന്നത് കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ്. ഗാട്ട് ഇറ്റ്? ബാക്കി 2ൽ 1 ഭാഗം എന്ന് പറയുന്നത് പ്രകൃതിയെ കണ്ട് പഠിക്കേണ്ടതാണ്. മരങ്ങളെ, പൂക്കളെ, പുഴുക്കളെ, പുഴയെ എല്ലാം നോക്കി പഠിക്കേണ്ടതാണ് 2ൽ 1 ഭാഗം എന്ന് പറയുന്നത്. ഇനിയുള്ള 1 ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ 1 ഭാഗം എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ സമയത്താണ് ആ പഠനം നിങ്ങൾ തുടങ്ങുന്നത്. അത് തുടങ്ങണമെങ്കിൽ നിങ്ങൾ പാഠപുസ്തകം മാത്രമല്ല, ജീവിതം പഠിക്കുവാൻ ശ്രമിക്കണം. ജീവിതം പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ യാത്രയിൽ കാണുന്ന പാവപ്പെട്ട ആളുകളെ, നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ആളുകളെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഒരു വ്യക്തി മഹാനായിട്ട് മാറുന്നത്. മഹാത്മാഗാന്ധിയെ എന്തുകൊണ്ട് നമ്മൾ അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
എത്രയോ ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി. പക്ഷേ മഹാത്മാഗാന്ധി എന്തുകൊണ്ട് രാഷ്ട്രപിതാവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതമായ ജീവിതം കൊണ്ട്, വെറും 3ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹം യാത്ര ചെയ്ത് ഇന്ത്യയെ നോക്കിക്കണ്ടതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ നമ്മൾ ഓർക്കുന്നത്, അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം, എത്രയോ ആളുകൾ ഭാരതത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പക്ഷേ അബ്ദുൽ കലാമിനെ നമ്മൾ എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം ലളിതമായ ജീവിതം, താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതം നോക്കി അദ്ദേഹം പഠിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനനത്തീയതിയും മരണത്തീയതിയും ഒക്കെ നമ്മൾ ഓർത്തു വയ്ക്കുന്നത്. നമ്മൾ ഇന്ന് കടന്നു പോകുന്നത് ഇതേ കാര്യത്തിലേക്കാണ്. അതായത് ചില ചോദ്യങ്ങൾ, ചില വർഷങ്ങൾ, ആ വർഷങ്ങളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് അവസാനത്തെ എപ്പിസോഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെറിയൊരു മാജിക് പഠിപ്പിച്ചു തന്നുകൊണ്ട് തുടങ്ങാം. ഓക്കെ, ഇതും ഒരു ജനന തീയതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ മാജിക്കാണ്. ആരെങ്കിലും ഒരാൾ പ്ലീസ് കമാ വയ്ക്കുക. യെസ്, ഞാൻ 4 കാര്യങ്ങൾ ഞാൻ ചോദിക്കും. ആ 4 കാര്യങ്ങൾ ഈ പേപ്പറിനകത്ത് എഴുതണം. എഴുതി കഴിഞ്ഞതിന് ശേഷം കൂട്ടിക്കിട്ടാൻ പോകുന്ന ആൻസറാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അത് ഞാൻ മടക്കി ഇവിടെ എഴുതി. ഇനി ഞാൻ ഈ റൈറ്റിംഗ് പാഡ് തരുന്നു കയ്യിലേക്ക്. ഇത് ഞാൻ മാജിക് പഠിപ്പിച്ചു തരാൻ പോകുന്ന മാജിക്കാണ്. ഇറ്റ്സ് എ സിമ്പിൾ മാത്തമാറ്റിക്സ്. ചെയ്യേണ്ടത് ഒരു കാര്യം, ജനിച്ച വർഷം ആദ്യം എഴുതാം. ഓക്കെ, തൊട്ട് താഴെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ളൊരു വർഷം, നമ്മളിങ്ങനെ കാണാൻ ത്രസിക്കുന്ന സമയമുണ്ടായിട്ട് ഒരു വർഷം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിട്ടുള്ളൊരു വർഷം. എന്താണ് കാരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, ഇനി വീണ്ടും ചോദിക്കുന്ന കാര്യം, ഇപ്പോൾ യുവർ ഏജ്, നിങ്ങളുടെ വയസ്സ് തൊട്ട് താഴെ എഴുതാം. ഓക്കെ, തൊട്ട് താഴെ ഈ സന്തോഷം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞു എന്നുള്ള കാര്യം എഴുതാം. ഞാൻ എൻ്റെ പ്രഡിക്ഷൻ എഴുതി കഴിഞ്ഞു, അതുകൊണ്ട് കാണിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി ചേർത്ത് കൂട്ടണം. അതാണ് കഷ്ടപ്പാടല്ലേ. അത് വലുതാക്കി ഇവിടെ എഴുതാം. വലുതാക്കി. സോ എന്താണ് ആൻസർ? 4032. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? എനിക്ക് താങ്കൾക്ക് എപ്പോഴാണ് സന്തോഷമുണ്ടായത്, താങ്കൾ ജനിച്ച വർഷം ഏതാണ്, ഒന്നും എനിക്കറിയില്ല. ആൻഡ് മൈ പ്രഡിക്ഷൻ പ്ലീസ്, ദാറ്റ് ഈസ് ഇത് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന, സ്കൂളിൽ പോയി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മാജിക്കാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതിൻ്റെ കാര്യം. അറിയാമോ ഇത് സീക്രട്ട്? ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. അതായത് പേന, അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്ന 1997 ഇപ്പോൾ 19 വയസ്സായി. ഈ 1997 19 കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഏജും ജനിച്ച വർഷവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇയർ കിട്ടും. മനസ്സിലായോ? കറണ്ട് ഇയർ എന്ന് പറയുന്ന സമയത്ത് 2016 അല്ലേ? ഓക്കെ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ വർഷം എന്ന് പറയുന്നത് 2014. 2 വർഷം കഴിഞ്ഞു. ഇത് രണ്ടും കൂടി ചേർത്ത് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടും എന്ത്? 2016. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം 4032. Am I right? ഓക്കെ, എല്ലാവർക്കും എവിടെ പോയി ചെയ്യാവുന്ന ഒരു സിമ്പിൾ മാജിക്. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മുടെ സ്കോർ ബോർഡിലേക്ക് പോവാം. അവിടെ കൂട്ടാനുള്ള സമയമാണ്. ദാറ്റ്സ് ഇറ്റ്. ടീം എ 1770 മാർക്സ്, ബി 700 മാർക്സ്, സി 1040 മാർക്സ്, ഡി 700 മാർക്സ്, ഇ 1520 മാർക്സ്, എഫ് 770 മാർക്സ്, ജി 750 മാർക്സ് ആൻഡ് ടീം എച്ച് 270 മാർക്സ്. ഇതാണ് സ്കോർ ബോർഡ്. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇന്നത്തെ മത്സരം നിർണായകമാണ്. വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉജ്ജ്വലമായിട്ട് ഇതിനകത്ത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുവാൻ സാധിക്കും. വീണ്ടും പറയുന്നു, 16 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു ചോദ്യത്തിന് ആരാണോ ആദ്യമായിട്ട് ബസർ പ്രസ് ചെയ്യുന്നത് അവരുടെ ഉത്തരം ശരിയാണെങ്കിൽ കിട്ടുന്ന മാർക്ക് 100, നഷ്ടപ്പെടുന്നതും 100. അതുകൊണ്ട് ഓർക്കുക, ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുക, ഉജ്ജ്വലമായിട്ട് പങ്കെടുക്കുക കേട്ടോ. ഓൾറൈറ്റ്, നമുക്കൊന്ന് കൈയടിച്ച് തുടങ്ങാം. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും പറയുന്നു, നമുക്ക് വർഷമാണ് ചോദിക്കുന്നത്, എല്ലാത്തിൻ്റെയും വർഷമാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ദി ഇയർ ഓഫ് ദണ്ഡി മാർച്ച് ആൻഡ് ലോഞ്ച് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. 1925, 1941, 1930, 1936. ചോദ്യം ആവർത്തിക്കുന്നു. പ്രശസ്തമായ ദണ്ഡി മാർച്ചും സിവിൽ ആജ്ഞാ ലംഘന നീക്കവും നടന്നത് ഏത് വർഷമാണ്? 1925, 1941, 1930, 1936. 4 ഓപ്ഷൻസ് ആണുള്ളത്. 4 വർഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പ്രശസ്തമായ ദണ്ഡി മാർച്ചും സിവിൽ ആജ്ഞാ ലംഘന നീക്കവും നടന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്, വീണ്ടും വായിക്കാം. 1925, 1941, 1930, 1936. 4 വർഷങ്ങൾ. ബസർ പ്ലീസ്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. ഓപ്ഷൻ സി 1930. 1930. 1930. ഒന്നാമത്തെ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ദണ്ഡി മാർച്ച് നടന്ന വർഷം 1930 ആണ് എന്നുള്ളതാണ് ബി ടീമിൻ്റെ അഭിപ്രായം. സോ ഓക്കെ, നമ്മൾ നേരിട്ട് ആൻസർ ക്യൂബിലേക്ക് പോകുക. പെർഫെക്റ്റ് ആൻസർ, കൺഗ്രാജുലേഷൻസ്. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ ഉത്തരം കൃത്യം, യെസ് എന്ന മാർക്ക്. വെരി ഗുഡ്. 100 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. 100 മാർക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം റെഡിയാണല്ലോ? കേൾക്കാൻ റെഡിയാണല്ലോ? സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ റൺസ് ഫ്രം ബോംബെ ടു താനെ. 1900, 1853, 1856, 1850. ബോംബെയിൽ നിന്നും താനെ വരെ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിത്തുടങ്ങിയ വർഷം ഏതാണ്? 1900, 1883, 1856, 1850. ഞാൻ ആവർത്തിക്കുന്ന വർഷങ്ങൾ: 1900, 1883, 1856, 1850. ബസർ. യെസ്. എഫ് ശ്രീനാരായണ പബ്ലിക് സ്കൂൾ. ഓപ്ഷൻ ബി 1853. ഓപ്ഷൻ ബി 1853. ബോംബെയിൽ നിന്നും താനെ വരെ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിത്തുടങ്ങിയ വർഷം 1853. ഓപ്ഷൻ ബി 1853 എന്നുള്ളതാണ് ടീം എഫ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. റൈറ്റ് ആൻസർ. 16 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുമ്പിൽ 14 ചോദ്യങ്ങൾ. എത്രയോ എപ്പിസോഡുകളിലായി 100 കണക്കിന് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞു, അല്ലേ? ഇനി നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് വെറും 14 ചോദ്യങ്ങൾ മാത്രമാണ്. ആ 14 ചോദ്യങ്ങളിലെ അടുത്ത ചോദ്യത്തിലേക്ക്, അതായത് ഇന്നത്തെ എപ്പിസോഡിലെ 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 3-ാമത്തെ ചോദ്യം കാണാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. The year which is believed when St. Thomas came to Kerala. AD 12, BC 4, AD 100, AD 52. ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുന്നു. സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന വർഷം ഏതാണ്? AD 12, BC 4, AD 100, AD 52. സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ഹിയർ ഈസ് യുവർ ടേൺ. ബസർ പ്ലീസ്. യാ, വൺസ് അഗെയിൻ ടീം എഫ്. ചോദ്യം കേട്ടല്ലോ അല്ലേ? സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന് പറയുന്ന വർഷം ഏതാണെന്നുള്ളതാണ് ചോദ്യം. യുവർ ആൻസർ. സർ, ഓപ്ഷൻ ഡി AD 52. ഓപ്ഷൻ ഡി AD 52, AD 52. ഓക്കെ, AD 52 നോക്കാം. പെർഫെക്റ്റ് ആൻസർ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. വെരി നൈസ്.
ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. നാലാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. വാച്ച് ടു ദി സ്ക്രീൻ. ദി ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് ഓഫ് ഇന്ത്യ വിത്ത് എ യൂണിഫോം ബേസിസ്. ഇത് ഇയർ ആണ് ചോദിക്കുന്നത്. 1947, 1956, 1881, 1896. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഏകീകൃത അടിസ്ഥാനത്തിലെ സമ്പൂർണ്ണ സെൻസസ് എടുത്ത വർഷം ഏതാണ്? 1947, 1986, 1881, 1896. ചോദ്യം കൃത്യമാണെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഏകീകൃത അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ സെൻസസ് എടുത്ത വർഷം ആണ് ചോദിച്ചിരിക്കുന്നത്. ബസർ പ്ലീസ്. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ ഏകീകൃത അടിസ്ഥാനത്തിലെ സമ്പൂർണ്ണ സെൻസസ് എടുത്ത വർഷം ഏതാണ്? സർ ഓപ്ഷൻ ബി 1956. 1956. യെസ് സർ. 1956. ഓക്കെ, 1956. റൈറ്റ്? ഓക്കെ, ലെറ്റ്സ് സീ. That's a wrong answer. That's a wrong answer. ഇനി 3 വർഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. 1947, 1881, 1896. ഈ 3 വർഷത്തിൽ ഏത് വർഷമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏകീകൃത അടിസ്ഥാനത്തിലെ സമ്പൂർണ്ണ സെൻസസ് എടുത്ത വർഷം എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. Team F once again. Team F. Yeah, your answer. Option C 1881. Option C 1881. Option C 1881. ഓക്കെ, ഉറപ്പോടുകൂടി പറഞ്ഞതാണോ? യെസ്. ഉറപ്പായിട്ട് പറഞ്ഞതാണ്? ഞാൻ വായിച്ച അറിവിൽ 1881 ആണ്. 1881 ആണ്. സി, കൺഗ്രാജുലേഷൻസ്. നോക്കൂ, കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ടീം എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഉജ്ജ്വലരായി നിൽക്കുക എന്നുള്ളതും, എപ്പോഴാണോ ബോഡി മൂവ്മെൻ്റ് അനുസരിച്ച്, ചലനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നത്, അതാണ് നോക്കുന്നത്. ഉത്തരം അറിഞ്ഞാൽ മാത്രം പോരാ കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കുക. 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 5ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം കാണാം. The year in which India won the first Cricket World Cup. 1980, 1983, 1990, 1996. ഏത് വർഷമാണ് ഇന്ത്യ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയത്? 1980, 1983, 1990, 1996. ബസർ പ്ലീസ്. യാ, യുവർ ആൻസർ. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. Option B 1983. ഓപ്ഷൻ ബി 1983. ഇന്ത്യ ആദ്യമായി ലോകകപ്പ്, ക്രിക്കറ്റ് രംഗത്ത് ലോകകപ്പ് സ്വന്തമാക്കിയ വർഷം എന്ന് പറയുന്നത് 1983 ആണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലേ? ആണ്. ഓക്കെ, സി. കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. ഈ കൺഗ്രാജുലേഷൻസ് വന്നൊരു താങ്ക് യു ഒക്കെ പറയില്ലേ നിങ്ങൾ സാധാരണ? ഇല്ലേ, പറയാറില്ലേ? ശീലമില്ലേ? ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് കൺഗ്രാജുലേഷൻസ് പറയുന്നു, വെരി ഗുഡ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്, എല്ലാത്തിനും ഒരേ ആക്ഷൻ. അപ്പോൾ പറയണ്ടേ കൺഗ്രാജുലേഷൻ, താങ്ക് യു സർ, അങ്ങനെ പറയണ്ടേ? അതല്ലേ രസമുണ്ട്. എങ്ങനെ പറയാം? താങ്ക് യു. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ചോദ്യം 6ലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 6ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം
ശ്രദ്ധിക്കുക, 6 ചോദ്യം കഴിഞ്ഞാൽ പിന്നെ 10 ചോദ്യങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത്. 10 ചോദ്യങ്ങളാണ് മുന്നിലുണ്ടാവുക. 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 6ാമത്തെ ചോദ്യം ഇതാണ്, സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ദി ഇയർ ഓഫ് അറൈവൽ ഓഫ് മാർക്കോ പോളോ ഇൻ കേരള 1292, 1300, 1143, 1260. ചോദ്യം ആവർത്തിക്കുന്നു. കേരളത്തിൽ മാർക്കോ പോളോ വന്നെത്തിയ വർഷം ഏതാണ്? 1292, 1300, 1143, 1260. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കാര്യം, അല്ലേ? അടുത്ത കാലത്തൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ 2016 എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. ആ സംഭവത്തിൻ്റെ വർഷം ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ഓപ്ഷൻസ്. അയ്യോ, അബദ്ധം പറ്റിപ്പോയി. ഇങ്ങനെയുള്ള ആക്ഷൻ അല്ല, ബസ് ഇങ്ങനെ വരും, അവിടെ പറ്റിപ്പോയത്. ഓക്കെ, റൈറ്റ്. ഇനി നിൽക്കണ്ട കേട്ടോ. ഓക്കെ, കേരളത്തിൽ മാർക്കോ പോളോ വന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 4 അവസരങ്ങളാണുള്ളത്, 4 വർഷങ്ങളാണ് മുന്നിലുള്ളത്. 1292, 1300, 1143, 1260. ഇത്രയും വർഷങ്ങളാണ് മുന്നിലുള്ളത്. സോ നിങ്ങളുടെ സമയം സമാഗതമായിരിക്കുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ബസർ പ്ലീസ്. ടീം സി, ടെൽ മീ. ഓപ്ഷൻ എ 1292. 1292 ഓപ്ഷൻ എ എന്നുള്ളതാണ് ആൻസർ. അതെ. ആരുടെ തീരുമാനം? ചേച്ചിയുടേതോ അനിയൻ്റെയോ? ഞാൻ തീരുമാനിച്ചു, ചേച്ചി അത് ശരി വെച്ചു. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും കൂടി തീരുമാനമാണ് അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. സോ കാണാം, ശ്രദ്ധിക്കാം. റൈറ്റ് ആൻസർ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, റൈറ്റ്, താങ്ക് യു. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 7ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ദി ഇയർ ഓഫ് ഫസ്റ്റ് പഴശ്ശി വിപ്ലവം, പഴശ്ശി റെവല്യൂഷൻ, AD 1805, AD 1797, AD 1850, AD 1790. ആദ്യ പഴശ്ശി വിപ്ലവം നടന്ന വർഷം ഏതാണ്? AD 1805, AD 1797, AD 1880, AD 1790. 4 വർഷങ്ങളാണ് മുന്നിലുള്ളത്. ഇതാണ് ആദ്യ പഴശ്ശി വിപ്ലവം നടന്ന വർഷം ആണ് ചോദിച്ചത്. ബസർ പ്ലീസ്. യാ. ഓക്കെ, ഓൾറൈറ്റ്. Your answer. Option B, AD 1797. AD 1797. ഓക്കെ, ഞാൻ ചോദിച്ചത് ആദ്യം ബസർ എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ പ്രസ് ചെയ്തില്ല. ഞാനിതിൻ്റെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. മറ്റൊരാൾ ബസർ പ്രസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ആരും പ്രസ് ചെയ്തില്ല എന്നറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നത്. എന്താണ് അങ്ങനെ? നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ദാറ്റ്സ് സോറി ഫോർ ദാറ്റ്. ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം ഞാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. അതുകൊണ്ടല്ല ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യണം. ഏതാ ചെയ്യണമെങ്കിൽ അത് ഇപ്പം ആൻസർ അറിയാമെങ്കിൽ അത് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് റൗണ്ട്സ് ഇല്ല ഞങ്ങൾക്ക് ചെയ്യാൻ. ആൻസർ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ റൗണ്ട്സ് ഇല്ല. അപ്പോൾ ആ ചെറിയ സംശയം വെച്ച് പറയാതിരുന്ന. ഓക്കെ 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 പക്ഷെ ഇപ്പോൾ പറഞ്ഞു പോയി. ഓക്കെ, കാണാം. ഞാൻ അതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ഉത്തരം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇത്, ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ടല്ല, എനിക്ക് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ട് ഉത്തരം അറിഞ്ഞുകൊണ്ടാണോ ആദ്യം പ്രസ് ചെയ്യാതിരുന്നത്? അറിഞ്ഞുകൊണ്ടല്ല. പഴശ്ശിരാജ മരിച്ചത് 1805. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എയും സിയും വരത്തില്ല. ഓക്കെ, പിന്നെ 1797 ഒരു റൗണ്ട് ഫിഗർ അല്ല. ഓൾറൈറ്റ്. അപ്പോൾ ഓക്കെ, അപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു സമയം തന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ? അല്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ സമയം തരണമായിരുന്നു, അങ്ങനെയാണ്? അല്ല അല്ല, അത്രയും പെട്ടെന്ന് ബുദ്ധിപരമായിട്ട് നമ്മൾ നീക്കണമായിരുന്നു അല്ലേ? ഓക്കെ, എനിവേ ദാറ്റ്സ് നൈസ്. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ഇത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളത് കണ്ടെത്തിയെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്, വെരി നൈസ്. 8ാമത്തെ ചോദ്യം നമ്മൾ പകുതിയോടെടുക്കുകയാണ്. 8ാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 8ാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കാം. ഇതാണ് ചോദ്യം.
ഇയർ ഓഫ് മഹാസമാധി ഓഫ് ശ്രീനാരായണ ഗുരു. 1920, 1931, 1928, 1940. ചോദ്യം ആവർത്തിക്കുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി നടന്ന വർഷം ഏതാണ്? 1920, 1931, 1928, 1940. സമയമെടുത്തോളൂ, നിങ്ങളുടെ സമയമെടുത്തോളൂ. നിങ്ങൾ അതിൻ്റെ വർഷങ്ങളും എല്ലാം മാനസികമായിട്ട് തന്നെ തയ്യാറെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ബസ്സർ പ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ടൈം ഫോർ യു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ്. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി നടന്ന വർഷം ആണ് ചോദ്യം. ബസ്സർ പ്ലീസ്. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളാണ് ആൻസർ പറയാൻ പോകുന്നത്. ടെൽ മീ. സർ ഓപ്ഷൻ സി 1928. ഓപ്ഷൻ സി 1928. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസമാധി നടന്ന വർഷം 1928. Alright, see. Perfect. Perfect. Congratulations. Congratulations. Thanks. Okay. ഇനി 8 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ ചോദിക്കുന്നതേ, വല്ലാത്ത പിരിമുറുക്കുണ്ടോ? പ്രഷറുണ്ടോ? ടെൻഷനുണ്ടോ? ഉണ്ടോ? ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇനിയും 8 ചോദ്യങ്ങൾ കൂടി നേരിട്ട് കഴിഞ്ഞല്ലോ, അല്ലേ? അങ്ങനെയാണ് ആലോചിക്കേണ്ടത് നമ്മൾ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മുടെ ഭയം അകറ്റാനുള്ള വഴി എന്ന് പറയുന്നത് നേരിടുക എന്നുള്ളതാണ്, അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കുട്ടിക്കാലത്ത് ഈ വാക്സിനേഷൻ കൊടുക്കുന്ന സമയത്ത് സ്കൂളിൽ വാക്സിനേഷൻ വരുമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോവില്ല നമ്മൾ. പക്ഷേ വാക്സിനേഷൻ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ഭയത്തെ അതിജീവിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് നേരിടുക എന്നുള്ളതാണ്. നേരിട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ വിജയിച്ചാലും പരാജയപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ നേടുന്നൊരു ഉന്മാദമുണ്ട്. ആ ഉന്മാദം നേടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലൊക്കെ, ന്യൂറോൺസിലൊക്കെ, നമ്മുടെ കോശങ്ങളിൽ മുഴുവൻ വല്ലാത്തൊരു വൈബ്രേഷൻ ഉണ്ടാവും. ഇതാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 8 ചോദ്യങ്ങൾ സമർത്ഥമായി നേരിട്ട 16 കുട്ടികൾക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. ഗുഡ്, കയ്യടിക്കും. നമുക്ക് സിമ്പിളായിട്ട് റിലാക്സ് ചെയ്ത് ഇനി അടുത്ത 8 ചോദ്യങ്ങളിലേക്ക് പോകാം. അതിന് മുമ്പ് ചെറിയ മാജിക്കൊക്കെ കാണിക്കാം നമുക്ക്. ഓക്കെ, മാജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്പറുകൾ പറയുന്ന സ്ഥിതിക്ക് തന്നെ ഞാൻ ഒരു എന്താ പറയുക, നിങ്ങൾ ഡൈസ് ഇല്ലേ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡൈസിനെ പറ്റി പഠിക്കേണ്ടി വരും, അല്ലേ? ഇത് പക്ഷേ ഇത് ഡൈസ് ആണ് എന്ന് നമ്മൾ ക്യാമറയിൽ കണ്ടാൽ തോന്നുമെങ്കിൽ പോലും ഒരു പ്ലെയിൻ ഷീറ്റാണ്. ഇപ്പുറത്തും പ്ലെയിൻ ഷീറ്റാണ്, അപ്പുറത്തും പ്ലെയിൻ ഷീറ്റാണ്, അല്ലേ? ഈ ഷീറ്റിൽ നമ്മൾ ഡൈസിൻ്റെ രീതി നിങ്ങൾക്കറിയാം. 6 സൈഡാണുള്ളത് ഒരു ഡൈസ്, അല്ലേ? അതിൻ്റെ ഒരു ഭാഗം 3 ആണെങ്കിൽ മറുഭാഗത്ത് എന്തായിരിക്കും? 4 ആയിരിക്കും, അല്ലേ? അതുപോലെ തന്നെ ഒരു ഭാഗം 5 ആണെങ്കിൽ മറുഭാഗത്ത് 2 ആയിരിക്കും. ഓക്കെ, ഒരു ഭാഗത്ത് 6 ആണെങ്കിൽ മറുഭാഗത്ത് 1 ആയിരിക്കും. കാരണം എപ്പോഴും ഡൈസിൻ്റെ 2 ഭാഗവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7 ആയിരിക്കും. അതാണല്ലോ ഡൈസിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് പ്ലെയിൻ ഷീറ്റിൽ വെറുതെ ഒരു മഞ്ഞ നിറത്തിലുള്ള കളർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം മാത്രമാണ്. ഞാൻ ചെയ്യുന്നത്, ഇത് ഞാൻ കയ്യിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്ത് യെല്ലോ ആണ്, ബട്ട് ദി അതർ സൈഡ്, ടെൽ മീ, ഏത് കളറാണ്? യെല്ലോ ആണ്, പക്ഷേ നോ, ഇറ്റ്സ് റെഡ്. ദാറ്റ്സ് മാജിക് ഹാപ്പനിങ് ഹിയർ, അല്ലേ? ഓക്കെ, ഇനി വീണ്ടും ഞാൻ ചേർത്ത് വെക്കുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് ചുവപ്പാണെങ്കിൽ ഈ ഭാഗത്ത് മഞ്ഞയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അല്ലേ? കാണുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത്. ബട്ട് ദി അതർ സൈഡ് ഈസ് ഗ്രീൻ. അപ്പോൾ എത്ര നിറങ്ങളായി? മഞ്ഞയായി, ചുവപ്പായി, ഇല്ലേ? ഈ ഭാഗത്ത് ചുവപ്പാണ്, ഈ ഭാഗത്ത് പച്ചയാണ്, അല്ലേ? ഒരു ഭാഗത്ത് പച്ചയാണ്, മറുഭാഗത്ത് മഞ്ഞയാണെങ്കിൽ മറുഭാഗത്ത് ഉണ്ടാവുന്ന നിറം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മൾട്ടി കളർ. മൾട്ടി കളറാണ്. അപ്പോൾ ഈ നിറങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായതാണെന്ന് പറയുമ്പോൾ എല്ലാ മൾട്ടി കളറുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിറമായിട്ട് തോന്നും. ഏത് നിറമാണ്? ദാറ്റ്സ് വൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടുത്തെ ചോദ്യം ഇതാണ്, ഈ ഡൈസിന് എത്ര സൈഡുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര നിറങ്ങളുണ്ട്? നമ്മൾ 5 നിറങ്ങൾ കണ്ടു, അല്ലേ? അപ്പോൾ 6 സൈഡുകളും 5 നിറങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്ലെയിൻ ഷീറ്റാണ് ഈ മാജിക്കിൻ്റെ യന്ത്രം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് മാജിക് ഫോർ യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പോൾ ഒന്ന് റിലാക്സ് ആയില്ലേ? ഇനി നമ്മൾ വീണ്ടും പിരിമുറുക്കത്തിലേക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 9ാമത്തെ ചോദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. അതാണ് ദി ഇയർ ഓഫ് ദി ഗ്രേറ്റ്
ക്ഷേത്രപ്രവേശന വിളംബരം? 1940, 1936, 1930, 1920. ചോദ്യം ആവർത്തിക്കുന്നു. ഏത് വർഷമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്? 1940, 1936, 1930, 1920. 4 സാധ്യതകളാണ് ഉള്ളത്. 4 സാധ്യതകൾ, 4 ഓപ്ഷൻസ്. 1940 ഉണ്ട്, 36 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. ഇതിലേത് വർഷമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ടീം എഫ് ആണ് ആൻസർ പറയാൻ പോകുന്നത്. ഏത് വർഷമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത്? Sir, option B, 1936. ഓപ്ഷൻ ബി 1936. നമ്മളെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഈ 36-ൽ നിന്ന് 40-ലേക്കും 30-ലേക്കും 20-ലേക്കൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ 36 എന്നുള്ളതാണ് അല്ലേ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. വെരി നൈസ്. Thank you. ഇനി ഇതാ പത്താമത്തെ ചോദ്യം കഴിഞ്ഞാൽ പിന്നീട് വെറും 6 ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. 10ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്. ദി ഇയർ ഓഫ് ലോഞ്ചിങ് ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ് 1920, 1925, 1930, 1935. ആവർത്തിക്കുന്നു. ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇറങ്ങിയ വർഷം ഏതാണ്? 1920, 1925, 1930, 1935. ശ്രദ്ധിക്കേണ്ടത് 5 വർഷങ്ങളുടെ വ്യതിയാനത്തിലാണ് കിടക്കുന്നത്. 20, 25, 30, 35. ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇറങ്ങിയ വർഷം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ബസർ പ്ലീസ്. ടീം എ ആണ് ആൻസർ പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇറങ്ങിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1920. 1920. ഖിലാഫത്ത് മൂവ്മെൻറ്റ് 1920. ഓക്കെ. ലെറ്റ്സ് സീ. പെർഫെക്റ്റ് ആൻസർ. താങ്ക് യു സർ. ഓൾറൈറ്റ്. ഓക്കെ. 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 11ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇനി 6 ചോദ്യങ്ങൾ. 6 ചോദ്യങ്ങളിൽ 1ാമത്തെ ചോദ്യം. ഇനിയുള്ള 6 ചോദ്യങ്ങളിൽ 1ാമത്തെ ചോദ്യം. 16 ചോദ്യങ്ങളിൽ 11ാമത്തെ ചോദ്യം. ആ ചോദ്യമാണ് വരുന്നത്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ദി ഇയർ ഇൻ വിച്ച് ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവർഡ് ന്യൂ വേൾഡ്സ്. 1400, 1492, 1500, 1521. ചോദ്യം ആവർത്തിക്കുന്നു. ഏത് വർഷമാണ് ക്രിസ്റ്റഫർ കൊളംബസ് പുതുലോകം കണ്ടുപിടിച്ചത്? 1400, 1492, 1500, 1521. ഇതിലേത് വർഷമാണ് ക്രിസ്റ്റഫർ കൊളംബസ് പുതിയ ലോകം കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ഓക്കെ. കോട്ടൺ ഹിൽ സ്കൂൾ വൺസ് അഗൈൻ. Option B, 1492. ഓപ്ഷൻ ബി 1492. ഷുവറാണോ? ഷുവറാണ്. ഓക്കെ, നോക്കാം. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഇതാ 12ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 12ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക. 12ാമത്തെ ചോദ്യം സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ആദ്യം, ഫസ്റ്റ് പബ്ലിക് ഇലക്ഷൻ ഇൻ ട്രാവൻകൂർ 1948, 1950, 1956, 1940. ചോദ്യം വളരെ ശ്രദ്ധിച്ചോണം. ഇതാണ് ചോദ്യം. തിരുവിതാംകൂറിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? 1948, 1950, 1956, 1940. ആവർത്തിക്കുന്നു. 1948, 1950, 1956, 1940. ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആണ് ചോദിച്ചത്. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി. ഓക്കെ ഓക്കെ ഓക്കെ. ബസർ പ്ലീസ്. യെസ്. ടീം ബി. ഓപ്ഷൻ എ 1948. ഓപ്ഷൻ എ 1948. തിരുവിതാംകൂറിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം അല്ലേ?
1948. Huh? Yeah? Yes. Okay, let's see. Right answer. Congratulations. ഇനിതാ 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 13. Question number 13. Yes. The year of Russian Revolution. 1920, 1912, 1907, 1930. ചോദ്യം ഇതാണ്: ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം നടന്നത്? 1920, 1912, 1917, 1930. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലേത് വർഷമാണ് റഷ്യൻ വിപ്ലവം നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. ടീം എ, വൺസ് അഗൈൻ ടെൽ മീ. Option C, 1917. ഓപ്ഷൻ സി 1917. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 ആണ് എന്നുള്ളതാണ് ടീം എ പറയുന്നത്. ഓക്കെ, ആൻസർ ക്യൂ പ്ലീസ്. That's nice. ഇനി 14ാമത്തെ ചോദ്യം. 14ാമത്തെ ചോദ്യത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകുന്നു. കാണാം ചോദ്യം സ്ക്രീനിൽ. The year in which Chernobyl disaster happened. 1986, 1990, 1971, 1982. ചോദ്യം വീണ്ടും വരുന്നു. ചെർണോബിൽ ദുരന്തം നടന്ന വർഷം ഏതാണ്? 1986, 1990, 1971, 1982. 4 ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. ചെർണോബിൽ ദുരന്തം നടന്ന വർഷം ആണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ബസർ പ്ലീസ്. ടീം എ, വൺസ് അഗൈൻ ടീം എ. ഓപ്ഷൻ എ 1986. 1986. എന്തത്ര സന്തോഷം? ചെർണോബിൽ ദുരന്തം കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തത്. ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ദുരന്തത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം? ഇയർ എഴുതിക്കൊണ്ട് വന്നായിരുന്നു നോക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് നോക്കി. ഓക്കെ, ദുരന്തം നടന്ന വർഷങ്ങളെല്ലാം നോക്കിയല്ലേ? അങ്ങനെയാണോ? അല്ല, കുറച്ച് വർഷങ്ങൾ നോക്കി. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉറപ്പോടുകൂടി തന്നെ പ്രസ് ചെയ്താണ് അല്ലേ? വളരെ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം, സ്ക്രീനിലേക്ക് നോക്കാം. ഇനി 2 ചോദ്യങ്ങൾ മാത്രം, 2 ചോദ്യങ്ങൾ മാത്രം. ഏത് വർഷമാണ് 9/11 തീവ്രവാദി ആക്രമണം അമേരിക്കയിൽ നടന്നത്? ഒരു ക്രൂരമായിട്ടുള്ള രീതിയാണ് ഇന്ത്യക്കാരോട് അവരുടെ കാണിക്കൽ എന്ന് പറയുന്നത്. ഈ 20 പേരുടെയും പാസ്പോർട്ട് നമ്മളൊരു ബണ്ടിലായിട്ട് കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു മതാമായി പാസ്പോർട്ടെല്ലാം കൂടി പുറത്തേക്ക് ഒറ്റ വന്നു. എനിക്ക് അമേരിക്കയോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളിൽ തോന്നിയ സമയമാണ് അമേരിക്ക. എന്തിനമേരിക്ക എന്നൊക്കെ കറക്റ്റ് ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വേൾഡ് ടു സെറ്റ് എത്തിച്ചു കൊടുത്തു. ഇനി എല്ലാം മറന്നേക്കും. നിങ്ങൾ ചോദ്യങ്ങളും മത്സരബുദ്ധിയും എല്ലാം മറന്നേക്കും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട കാര്യം, ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ്. നമ്മൾ അവസാന നിമിഷത്തിലേക്ക് കിടക്കുന്നു. ഏറ്റവും നിർണായകമായ നിമിഷം, സമ്മാനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം.